അപ്പോൾ എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക്. സോ അതിവിടെ ബോധർ ചെയ്യാത്തതുകൊണ്ടും നമ്മൾ ആമീന്ന് വിളിക്കുന്നത് കൊണ്ടും എടുത്താലോന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് ചേരില്ല. കോഫി കുടിക്കാം, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്, ഒരു ഷവർമ തിന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടണം, എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരണം, ദുബായ് കൂടുതൽ ആൾക്കാരിലേക്ക് കാണിക്കണം എന്ന് വെച്ചാൽ എൻ്റെ നാട്ടിലുള്ളവർക്കൊക്കെ പറയും, ഓ നിൻ്റെ വ്ളോഗിലൂടെ ഞാൻ ഇത്ര ദുബായ് കണ്ടു, ഇവിടെയൊക്കെ കണ്ടു എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ലൈക്ക് കുറച്ചും കൂടി ആൾക്കാരിലേക്ക് കൊണ്ടുവരണമെന്ന്. സോ പക്ഷേ ഞാൻ എല്ലാ ദിവസവും വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ഇത്രയും നാൾ ജോലി കിട്ടാത്തതിൻ്റെ ഡിപ്രഷനും ടെൻഷനും വരുന്നെങ്കിൽ ജോലി ഇട്ട് കഴിഞ്ഞപ്പോൾ വീഡിയോ എടുക്കാനുള്ള ടൈമോ സമയം ഒന്നും തേങ്ങയും കിട്ടുന്നില്ല. ഞാൻ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ടായിരിക്കും മെയിനായിട്ട് വരുന്നുണ്ടാവുക. സോ ഇന്നിപ്പോൾ നമുക്ക് സാറ്റർഡേ ആണ്. സാറ്റർഡേ ഈവനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാളെ സൺഡേ ആണ്, നമുക്ക് ഓഫാണ്, അപ്പോൾ എത്ര നേരം വേണമെങ്കിലും കിടന്നുറങ്ങാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് എനിക്ക്. സോ അപ്പോൾ ഞാൻ ഇന്ന് കരുതിയത് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, നമുക്ക് ഇവിടുത്തെ നൈറ്റ് മാർക്കറ്റ് എന്ന്. അപ്പം ദുബായിൽ എല്ലാ ഏരിയയിലും അങ്ങനെ നൈറ്റ് മാർക്കറ്റ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ നേരത്തെ കരാമയിലായിരുന്നു, അവിടെ നൈറ്റ് മാർക്കറ്റ്സ് അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ യൂണിയൻ ഭാഗത്താണ് ഞാനുള്ളത്. യൂണിയൻ ഭാഗത്ത് നമുക്ക് കുറേ നൈറ്റ് മാർക്കറ്റ്സ് ഉണ്ട് പല പല ഏരിയാസിലായിട്ട്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നും എനിക്ക് കാണിച്ചു തരാമെന്ന് കരുതി. ഭയങ്കര അടിപൊളിയാണ്. കൂടുതലും ഇവിടെ ഫിലിപ്പീൻസ്, സൗത്ത് ആഫ്രിക്കൻസ് ആ ഒരു രാജ്യക്കാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അവരാണ് കൂടുതൽ നൈറ്റ് മാർക്കറ്റ്സിൽ ഉണ്ടാവുക. അപ്പോൾ അവരുടേതായ ഡ്രസ്സിങ്സ്, അവരുടേതായ ഫുഡ് കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നത്. ബട്ട് ഇന്ത്യൻസ് ഉണ്ട്, ഭയങ്കര റെയർ ആയിരിക്കും. സോ ഇപ്പം ഞാൻ നൈറ്റ് മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡാണ്. ആ ഒരു ഏരിയ ഫുള്ള് മറ്റേ പ്ലേ ഏരിയ, നൈറ്റ് മാർക്കറ്റ്സ് അങ്ങനെയായിരിക്കും. ഇവിടെ ദുബായിൽ ലൈസൻസ് കാര്യങ്ങൾ മസ്റ്റാണ് വീഡിയോ എടുക്കുന്നതിന്. ഇപ്പം ഞാൻ 1000 സബ്സ്ക്രൈബേഴ്സെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്നതുകൊണ്ടും ലൈസൻസ് എടുത്തിട്ട് വലിയ കാര്യമില്ലാത്തത് കൊണ്ടും അധികം ആൾക്കാരെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റൂല. സോ പറ്റുന്ന രീതിയിലൊക്കെ എടുക്കാം. ബിക്കോസ് വേറെ ആരെങ്കിലും അവരുടെ പെർമിഷനായിട്ട് വീഡിയോയിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരെങ്ങനെ കൊണ്ട് കേസ് കൊടുത്താൽ എൻ്റെ പണി വാളും. നമ്മൾ വന്നപ്പോൾ തന്നെ എന്തിനും പണി വാങ്ങിച്ചു വെക്കുന്നത്. സോ പറ്റുന്ന രീതിയിലൊക്കെ എടുക്കാം. ഫുൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ഞാനും ആമിയും കൂടിയാണ് ഇന്ന് നൈറ്റ് മാർക്കറ്റിൽ പോകാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് നൈറ്റ് മാർക്കറ്റിൽ പോയിട്ടുണ്ടോ ഇതിന് മുമ്പ്? ഇല്ല, ഫസ്റ്റ് ടൈമാണ്. ഓ, ആമിൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഞാനും അങ്ങനെ പോയിട്ടൊന്നുമില്ല, പക്ഷെ ദൂരെ നിന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നൈറ്റ് മാർക്കറ്റിലേക്ക് പോകാമെന്ന് കരുതി. ഇവിടെ ഞാൻ സ്റ്റേ ചെയ്യുന്നതിന് തൊട്ടടുത്താണ്. ആമി സ്റ്റേ ചെയ്യും. ഇപ്പോൾ നാളെ തൊട്ടാണെങ്കിൽ ആമി സ്റ്റേ ചെയ്യുന്നതിന് തൊട്ടടുത്താണ്. ആമി ഇങ്ങോട്ടേക്ക് മാറുന്നുണ്ട്, മീൻസ് എൻ്റെ റൂമിലേക്കല്ല, വേറെ റൂമിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും നൈറ്റ് മാർക്കറ്റ് നല്ല ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. പറ്റുന്ന ക്ലിപ്സൊക്കെ ഞാനും എടുക്കും, ആമി എടുക്കുന്നതായിരിക്കും. ശരി, ഇവളുടെ ശരിക്കുള്ള പേര് ആമിന എന്നാണ്. നീ നിൻ്റെ ഫുൾ നെയിം പറയും? ആമിന മനാഫ് എന്നാണ്. സോ അതിവിടെ ബോധർ ചെയ്യാത്തതുകൊണ്ടും നമ്മൾ ആമീന്ന് വിളിക്കുന്നത് കൊണ്ടും ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഒരു സെൽഫ് ഇൻട്രോ കൊടുക്കുന്നത് നല്ലതല്ലേ. ഇവളെൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. ഇവിടുന്ന് സ്ഥലം ട്രിവാൻഡ്രത്തുകാർ ആരെങ്കിലും വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആമി ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അയ്യേ, അപ്പോൾ ഞാനിത് നടന്ന് നൈറ്റ് മാർക്കറ്റിൻ്റെ ഒരു ഏരിയയിലേക്ക് എത്തുന്നുണ്ട്. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചൊന്നും പറയാനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല, കുറേ ഡ്രസ്സ് ഉണ്ടായിരിക്കും, കുറേ കോസ്മെറ്റിക്സ് അങ്ങനെ കുറവാണ്. പക്ഷേ എന്നാലും കുറേ ഡ്രസ്സാണ്, നല്ല വെറൈറ്റി ഡ്രസ്സൊക്കെ ഉണ്ടായിരിക്കും ഇഷ്ടം പോലെ. പിന്നെ ഫുഡ്, ഇതാണ് ഇവിടെ മെയിനായിട്ടുള്ളത്. പക്ഷേ ഇത് പല പല ഏരിയാസിലായിട്ട് സ്പ്ലിറ്റ് ചെയ്താണ് കിടക്കുന്നത്. ഒരെണ്ണം തെക്കാണെങ്കിൽ ഒരെണ്ണം വടക്ക്, ആ ഒരു രീതിയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും പറ്റുന്നതൊക്കെ കാണിച്ചു തരാം. ഒത്തിരി അടങ്ങുമ്പോഴത്തേനും ബോറടിക്കും. അപ്പോൾ തിരിച്ച് റൂമിൽ പോകാനാണ് പ്ലാൻ. അപ്പോൾ എന്തായാലും കാണിച്ചു തരാം. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് കുറേ ദൂരമുണ്ട്. പിന്നെ ഇവിടെ മറ്റേ ഫുട്ബോൾ കോർട്ടും കാര്യങ്ങളൊക്കെ. അതേപോലെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇത് ഗുറൈർ മാളാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അവിടെ, എൻ്റെ ഫോണിന് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടും നിങ്ങൾ ക്ഷമിക്കേണ്ടത് കൊണ്ടും അവിടെ വേറെ നൈറ്റ് മാർക്കറ്റ് വേറെ ഉണ്ട്. അതും ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ ഞാൻ പറ്റുന്നതൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നൈറ്റ് മാർക്കറ്റിൽ വന്നു, അകത്ത് കയറിയില്ല. അവിടെ നിന്ന് ഭയങ്കര പാട്ടൊക്കെ നടക്കുന്നത്. കുറച്ച് നേരം ഇവിടേക്ക് ഇരുന്ന് ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് അത് കയറാമെന്ന് കരുതി. വന്നിട്ട് വലിയ ധൃതിയൊന്നും, തിരിച്ചു പോയിട്ട് വലിയ ധൃതിയൊന്നും ഇല്ലല്ലോ, അപ്പോൾ പതിയെ മതി എന്ന് കരുതി. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ചുമ്മാ ഞാനും ആമിനെയും കണ്ട് ചില്ല് ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഇവിടെ ഭയങ്കര പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പാട്ടൊക്കെ കേൾക്കാം, ഉള്ളിൽ നിന്ന് എന്തോ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. സോ പിന്നെ ഇതൊക്കെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ. എന്തൊക്കെ പറയണമെന്നുണ്ട്, മറന്നുപോയി. കിഡ്സ് പ്ലേയിങ് ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ചെറിയ ഫുഡ് കോർട്ട് ഉണ്ട്. അവിടെ വലിയ ആൾക്കാരുടെ പ്ലേയിങ് ഏരിയ ഉണ്ട്. ഇന്ന് കളിക്കാൻ എനിക്കറിയത്തില്ല, അവർക്കൊക്കെ അറിയായിരിക്കും കളിക്കുന്നവർക്ക്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് നമുക്ക് നൈറ്റ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറാം. ഇവിടെ നിന്നാണ് ഈ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് മറ്റേ ഫുഡ് കോർട്ട് മാതിരിയുള്ള ഒരെണ്ണമാണ്.
എന്താ മറ്റില്ല വണ്ടർലയിലും മറ്റുള്ള മെഷീനില്ലേ തലകുത്തി മറിക്കുന്ന അതിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് അവിടെ ഉള്ളത്. ഇവിടെ പിന്നെ കിഡ്സ് പ്ലേയിങ് ഏരിയയാണ് കൂടുതലും. ഇത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ സ്റ്റോളും കാര്യങ്ങളും എല്ലാം ആണ്. കൊള്ളാമല്ലേ? മാത്രമുള്ളതാണ്. നമ്മൾക്ക് ഐഫോണൊന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മൾ ഇത് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കാശ് കിട്ടുമ്പോൾ വാങ്ങിക്കും. ഒരു ഐഫോൺ ബ്രാൻഡ് അംബാസിഡറായ ആമിന പോകുന്നുണ്ട് ഇപ്പം എടുക്കാൻ. അവളുടെ 11 Pro ആണ്, പക്ഷെ അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 14 Proന്റെ കവർ. 11 ഇനി അപ്ഡേറ്റ് വരുന്നില്ല എന്നൊക്കെ പറയുന്നു. ഇതാണോ എന്തോ ഹെഡ്സെറ്റിന്റെ കവർ. രണ്ട് ടോപ്പ് 15 dirhamsനാന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഇവിടെ ഷെയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണമെങ്കിലും കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം ഇതിൽ നല്ല ഉണ്ടോ. പക്ഷെ കളക്ഷൻ ഇതായിട്ടില്ല. പക്ഷെ എനിക്കിത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഇവിടെ കൂടെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കത്തുള്ളൂ. ഓക്കെ, ഇതെടുത്താലോന്ന് ആലോചിക്കുന്നുണ്ട്. ഇതിനെല്ലാം 5 dirhams മാത്രമേ കൊള്ളാം, നോക്കാം. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊന്നും എനിക്ക് ചേരൂല. അതാണ് മറ്റൊരു മറ്റൊക്കെ. ഗൈസ്, നമ്മളങ്ങനെ അത്യാവശ്യം നൈറ്റ് മാർക്കറ്റ് ഫുള്ള് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറേ വീഡിയോ റെസ്ട്രിക്ഷൻസ് നല്ല രീതിയിലുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ ഒത്തിരി ഒന്നും എടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ പെട്ടെന്നൊക്കെ മാക്സിമം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ചായയും കൂടെ കുടിച്ച് ഷവർമ എല്ലാം കഴിച്ചിട്ട് നേരെ റൂമിൽ പോകാമെന്ന്. സോ അപ്പോൾ നമുക്ക് ചായക്കടയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചായ കുടിക്കാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല അത്യാവശ്യം നല്ല കോഫിയൊക്കെ ഇട്ട് നമ്മൾ കോഫി കുടിക്കാം. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഒരു ഷവർമ തിന്നാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മളിപ്പോൾ ഷവർമയും കൂടി കഴിക്കും. ഈ കടയിൽ മന്തി ഉണ്ടോ? ഓക്കെ, ഇവിടെ മന്തി ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ വാങ്ങിത്തരോ? ഇല്ല. എന്തിനാ ചോദിക്കുന്നത്? ശരി, എന്നാൽ വ്ളോഗ്. നമ്മൾ ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി കോഫി വരാനുണ്ട്. കോഫിയും കൂടി വരട്ടെ, എന്നിട്ട് നമ്മൾ കഴിച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ തിരിച്ച് റൂമിലെത്തി. എനിക്ക് ഔട്ട്പുട്ടോ അല്ലെങ്കിൽ ലാസ്റ്റ് ക്ലൈമാക്സ് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് കാപ്പി കുടിച്ചേക്കൾ തിരിച്ച് ഗതു അവിടുത്തെ റൂമിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് നൈറ്റ് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ, എന്തെങ്കിലും വെറൈറ്റി കണ്ടൻറ്റൊക്കെ സമയം ഉണ്ടെങ്കിൽ എടുക്കാം, ഞാൻ നോക്കാം. ഓക്കെ, ബൈ.